നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നാണ് രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ FC ബാഴ്സലോണയും ഇൻ്റർ മിലാനും തമ്മിൽ സാൻ സിറോയിൽ ഏറ്റുമുട്ടുന്നു. ആദ്യ പാദം 3-3 സമനിലയായതുകൊണ്ട് തന്നെ രണ്ടാം പാദം ഇന്ന് തീരുമാനിക്കും ആര് ഫൈനലിലേക്ക് കടക്കുമെന്ന്. ഇൻ്ററിനെ ഭയക്കണം പറയുന്നത് FC ബാഴ്സലോണയുടെ കോച്ചായിട്ടുള്ള ഹൻസി ഫ്ലിക്ക് തന്നെയാണ്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇൻ്ററിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്ന് നോക്കണം. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മത്സരം അത് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. അവർ വളരെ സ്ട്രോങ് ആണ്. ഇൻ്റർ വളരെ സ്ട്രോങ് ആണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. അവരവരുടെ അവസരങ്ങൾ മുതലെടുക്കും. അവർക്ക് നല്ല ഡിഫെൻസീവ് ഓട്ടോമാറ്റിസം ഉണ്ട്. അത് കൂടാതെ തന്നെ എല്ലാവരും നന്നായിട്ട് ഇൻവോൾവ് ആണ്. ഡിഫൻസിലാണെങ്കിലും അതുപോലെ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുന്നതിലും അവർ നല്ല രൂപത്തിൽ സ്പേസസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇൻ്റർ തീർച്ചയായിട്ടും ഒരു കളിയുടെ രീതിയോട് വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവുന്ന ടീമാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്, അവരെ പോലെ തന്നെ. അതായത് രണ്ട് ടീമും ഒരുപോലെ തന്നെയാണ്. അവർക്ക് ഫൈനലിലേക്ക് എത്തണം. അവരുടെ ഡിഫൻസ് ഉപയോഗിച്ച്, അവരുടെ ട്രാൻസിഷൻ മികച്ച രൂപത്തിൽ ഉപയോഗിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ ഫൈനലിലേക്ക് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ടീമിൻ്റെ രീതി അതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കിട്ടിയ അവസരം അവർ മുതലാക്കും. അതായത് മിഡ്ഫീൽഡിലും അതുപോലെ ലാസ്റ്റ് ലൈനിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമാണ് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത്. എളുപ്പമല്ല എന്നർത്ഥം. അതുപോലെ അദ്ദേഹം പറയുന്നു, എന്താണ് താരങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. നമുക്ക് ഈ കളി ആസ്വദിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ താരങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയാണ്. നാളെ കളി ആസ്വദിക്കണമെന്നാണ് ഞാൻ താരങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ലെവലിൽ കളിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ഫൈനലിലേക്ക് എത്താനുള്ള അവസരവുമുണ്ട്. എന്നാൽ പ്ലെയേഴ്സിൻ്റെ മേൽ ഞാൻ ഒരു തരത്തിലും പ്രഷർ ഇടുന്നുമില്ല. കളി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവരെല്ലാവരും നല്ല രൂപത്തിൽ കണക്റ്റഡ് ആയിരിക്കുക, നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കളിക്കളത്തിൽ നിൽക്കുക, ബോൾ പൊസിഷൻ കൈവശം വെക്കുക, കളിച്ച് കയറുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഫ്ലിക്ക് പറയുന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ കളിയിൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന വ്യക്തമായ ധാരണ ഹൻസി ഫ്ലിക്കിനുണ്ട്. പക്ഷേ വിജയിച്ച് കയറാൻ വേണ്ടി തന്നെയാണ്, ഒരുങ്ങിത്തന്നെയാണ് അങ്ങ് മിലാനിലേക്ക് ബാഴ്സയുടെ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.